അടുത്ത വർഷത്തെ അസംബ്ലി തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകേണ്ടതുണ്ട്. 2021 മെയ് 2 കൗണ്ടിംഗ് വേളയിൽ നമ്മളെയെല്ലാം മുൾമുനയിൽ നിർത്തിയ ചില മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. ഇടതിലേക്കോ വലതിലേക്കോ ഈ മണ്ഡലങ്ങൾ ചായുമെന്ന അനിശ്ചിതത്വം നടത്തിയ നിമിഷങ്ങളായിരുന്നു അവ. 6 മണ്ഡലങ്ങളാണ് അത്തരത്തിൽ നമ്മളെ പ്രകമ്പനം കൊള്ളിച്ചത്. കേവലം 38 വോട്ടുകൾ മുതൽ 992 വോട്ടുകൾ വരെയാണ് അവസാനം ഈ മണ്ഡലങ്ങളിൽ മുന്നിലെത്താൻ സാധിച്ചത്. എങ്കിലും നാം കാണേണ്ട ഒരു പ്രത്യേകത, ഈ 6 മണ്ഡലങ്ങൾ 3 വീതം എന്ന തോതിൽ LDFനും UDFും പങ്കിടുകയായിരുന്നു. 1000-ൽ താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടി തീരുമാനിക്കപ്പെട്ട 6 മണ്ഡലങ്ങൾ നമുക്ക് ഏതൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള മഞ്ചേശ്വരമായിരുന്നു അവയിൽ ഒന്നാമത്. ശക്തമായ ത്രികോണ മത്സരം നടന്ന ഈ മണ്ഡലത്തിൽ AKM അഷ്റഫ് അന്നത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെതിരെ 745 വോട്ടിനാണ് ജയം കണ്ടെത്തിയത്. അഷ്റഫിന് 65,758 വോട്ട് ലഭിച്ചപ്പോൾ 6,513 വോട്ടാണ് K സുരേന്ദ്രൻ ലഭിച്ചത്. ഇവിടെ VV രമേശൻ 4,639 വോട്ടുകളാണ് നേടിയത്. കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി മണ്ഡലത്തിൽ ആവേശോജ്വലമായ മത്സരമാണ് 2021 നമ്മൾ കണ്ടത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ AP കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ തൻ്റെ തൊട്ടടുത്ത എതിരാളിയായ പാറക്കൽ അബ്ദുള്ളയെ കേവലം 333 വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത്. കുഞ്ഞഹമ്മദ് മാസ്റ്റർ 80,143 വോട്ട് നേടിയപ്പോൾ അബ്ദുള്ളയ്ക്ക് ലഭിച്ചത് 79,810. ഇതിനേക്കാൾ ത്രസിപ്പിക്കുന്ന മത്സരം നടന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ മണ്ഡലത്തിലാണ്. അവിടെ മുസ്ലിം ലീഗിലെ നജീബ് കാന്തപുരം വിജയിയായത് തുച്ഛമായ 38 വോട്ടുകൾക്കാണ്. 2021 ജയിച്ച എല്ലാ സ്ഥാനാർത്ഥികളെക്കാൾ ഏറ്റവും കുറവുള്ള ഭൂരിപക്ഷമായിരുന്നു ഇത്. നജീബിന് 76,530 വോട്ടുകളാണ് ചെയ്തത്. എതിരാളി KPM മുസ്തഫയ്ക്ക് ലഭിച്ചത് 76,492 വോട്ടുകൾ. മലപ്പുറം ജില്ലയിലെ താനൂരും കടുത്ത മത്സരമാണ് നടന്നത്. അവിടെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ഇന്നത്തെ കായിക വകുപ്പ് മന്ത്രിയുമായ V അബ്ദുൾ റഹ്മാൻ വിജയിയായി വെന്നിക്കുടി പാർച്ചത് വളരെ ചെറിയ ഭൂരിപക്ഷമായ 985 വോട്ടുകൾക്കാണ്. അബ്ദുൾ റഹ്മാന് 70,704 വോട്ടുകൾ ലഭിച്ചപ്പോൾ സംസ്ഥാന യൂത്ത് ലീഗ് പ്രസിഡന്റായ PK ഫിറോസിന് നേടാനായത് 69,719 വോട്ടുകളായിരുന്നു. മറ്റൊരു ആവേശജലമായ മത്സരം നമ്മൾ കണ്ടത് തൃശ്ശൂർ മണ്ഡലത്തിലാണ്. അവിടെ നിന്നും CPIയിലെ P ബാലചന്ദ്രൻ വെറും 946 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് നിയമസഭയിൽ എത്തിയത്. 44,263 വോട്ടുകൾ നേടിയ ബാലചന്ദ്രൻ തോൽപ്പിച്ചതാവട്ടെ 43,317 വോട്ടുകൾ നേടിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലിനെയാണ്. ഇവിടെ 3ാം സ്ഥാനം ഇന്നത്തെ തൃശ്ശൂർ MP ആയ സുരേഷ് ഗോപിക്കാണ്. സുരേഷ് ഗോപിയുടെ അന്നത്തെ വോട്ട് 40,457 ആയിരുന്നു. അവസാനമായി 1000-ൽ താഴെ ഭൂരിപക്ഷം നേടി വിജയിച്ച സ്ഥാനാർത്ഥി കോൺഗ്രസിലെ K ബാബു ആയിരുന്നു. അത് ബാബുവിന് ഒരു മധുര പകവീട്ടൽ കൂടിയായി. താൻ നീണ്ടകാലം പ്രതിനിധീകരിച്ച തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ ബാബു CPMലെ M സ്വരാജിനോട് പരാജയപ്പെട്ടിരുന്നു. എന്നാൽ 2ാം വിജയം തുണച്ചത് ബാബുവിനെ തന്നെയായിരുന്നു. ബാബു 65,875 വോട്ടുകൾ നേടാൻ സാധിച്ചപ്പോൾ സ്വരാജിന്റെ വോട്ട് 64,883 ആയിരുന്നു. ബാബുവിന്റെ ഭൂരിപക്ഷം വെറും 992 വോട്ടുകൾ മാത്രം. കൗതുകമെന്ന് പറയട്ടെ, മഞ്ചേശ്വരത്തെയും പെരിന്തൽമണ്ണയിലും കഴിഞ്ഞ ഏതാനും തിരഞ്ഞെടുപ്പുകളിലായി വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അവിടെയുള്ള MLAമാർ വിജയിച്ചിട്ടുള്ളത്. എന്നാൽ കുറ്റ്യാടി, തൃശ്ശൂർ, താനൂർ, തൃപ്പൂണിത്തുറ ഇവിടങ്ങളിലൊക്കെയുള്ള സ്ഥിതി അങ്ങനെ ആയിരുന്നില്ല പണ്ട് കാലത്ത്. ഏറ്റവും അടുത്ത് കേരളത്തിൽ നടന്ന കഴിഞ്ഞ കൊല്ലത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഈ 6 മണ്ഡലങ്ങളിൽ വിജയിച്ച സ്ഥാനാർത്ഥികൾ നേടിയ ഭൂരിപക്ഷം നമുക്കൊന്ന് നോക്കിക്കാണാം. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭൂരിപക്ഷം 17,258 ആയിരുന്നു. വടകരയിൽ നിന്ന് ജേതാവായ ഷാഫി പറമ്പലിന്റെ കുറ്റ്യാടിയിലെ ഭൂരിപക്ഷം 23,635 ആയിരുന്നു. മലപ്പുറം സീറ്റിൽ നിന്ന് വിജയിച്ച മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ ET മുഹമ്മദ് ബഷീറിനാകട്ടെ 26,799 വോട്ടുകളാണ്. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ താനൂരിൽ വിജയിയായ അബ്ദുൾ സമദ് സംദാനിക്ക് ലഭിച്ചത് 41,969 വോട്ടുകളാണ്. 2021 തൃശ്ശൂരിൽ 3ാം സ്ഥാനം കൊണ്ട് തൃപ്തി അടയേണ്ടി വന്ന സുരേഷ് ഗോപിയാവട്ടെ BJPക്കായി അക്കൗണ്ട് തുറക്കുമ്പോൾ തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് ഏതാണ്ട് 14
14,000 വോട്ടുകൾക്കാണ് മുന്നിട്ട് നിന്നത്. അവസാനമായി എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ഹൈബി ഈഡൻ 31,965 വോട്ടുകളാണ് തൃപ്പൂണിത്തുറക്കാർ ലീഡ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ മുൻനിർത്തിയുള്ള ഒരു നീക്കമായിരിക്കും ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ UDF നടപ്പിലാക്കുക. ഒരു തരത്തിലുള്ള വീഴ്ചകൾക്കും ഇടം കൊടുക്കാതെ വളരെ ബന്ധവസായ കൃത്യതാസൂത്രണ വിജയത്തിലേക്കുള്ള കോൺഗ്രസിന്റെ ഷാർപ്പ് ഷൂട്ടായിരിക്കും അടുത്ത കൊല്ലത്തെ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ പോകുന്നത്.